അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പുതിയ ചാപ്റ്റർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ളതാണ്. അതിൽ എലമെൻ്ററി ഐഡിയാസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷനും സിമ്പിൾ പെൻഡുലം രണ്ട് ടോപ്പിക്ക് മാത്രമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം, അതുവഴി സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു എക്സാമ്പിളും ചർച്ച ചെയ്യണം. അത്ര മാത്രമേ ആ ചാപ്റ്ററിനകത്തുള്ളൂ. വളരെ കുഞ്ഞൊരു ചാപ്റ്ററാണ്, അല്ലാതെ തന്നെ ഒരു കൊച്ചു ചാപ്റ്ററാണ്. അപ്പോൾ എന്താണ് ഒരു പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ നമ്മൾ നേരത്തെയുള്ള ചാപ്റ്ററുകളിൽ പഠിച്ചതെല്ലാം മെക്കാനിക്കൽ, അതായത് ട്രാൻസ്ലേറ്ററി മോഷനെ കുറിച്ചും റൊട്ടേറ്ററി മോഷനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. മോഷൻ പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. ഒന്ന് ട്രാൻസ്ലേറ്ററി മോഷൻ, 2 റൊട്ടേറ്ററി മോഷൻ, അടുത്ത വൈബ്രേറ്ററി മോഷൻ. ഇങ്ങനെ മൂന്നാമത്തെ മോഷനിലേക്ക് പോകണം, വൈബ്രേറ്ററി മോഷൻ. ആ വൈബ്രേറ്ററി മോഷനുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സാണ് ഓസിലേറ്ററി മോഷനും അതുപോലെ നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്ററായ വേവ് മോഷൻ. അപ്പോൾ എന്താണ് ഒരു ഓസിലേറ്ററി മോഷൻ? അപ്പോൾ ഓസിലേറ്ററി മോഷൻ പറയുന്നതിന് മുമ്പ് എന്താണ് പീരിയോഡിക് മോഷൻ എന്ന് ആലോചിക്കണം. വാട്ട് ഈസ് പീരിയോഡിക് മോഷൻ? പീരിയോഡിക് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. പീരിയോഡിക് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ടൈം. ഒരു പ്രോസസ്സ് നടക്കുന്നത് ഒരു ഫിക്സഡ് ടൈമിലാണെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക്. പീരീഡ് എന്ന വാക്ക് നമുക്കറിയാം. പീരീഡ് കാലയളവ്, ഒരു ഫിക്സഡ് ടൈമിൽ നടക്കണം. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സണ്ണിന് ചുറ്റും എർത്ത് കറങ്ങും. ആ എർത്തിന്റെ കറക്കം എപ്പോഴും ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എപ്പോഴും തുല്യമല്ലേ? അത് എക്സാമ്പിൾ ഓഫ് എന്താണ് പീരിയോഡിക് മോഷനാണ്. നമ്മുടെ വാച്ചിൽ സെക്കൻഡ് സൂചി അല്ലെങ്കിൽ മിനിറ്റ് സൂചി അല്ലെങ്കിൽ മണിക്കൂർ സൂചിയുടെ ആ മോഷൻ ആലോചിച്ച് നോക്കി. ഓരോ സെക്കൻഡ് സൂചിയും ഒരു പ്രാവശ്യം കറങ്ങി വരാൻ എടുക്കുന്ന സമയം 60 സെക്കൻഡാണ്. അതായത് 1 മിനിറ്റാണ്. ഒരു മിനിറ്റ് സൂചി ആകുമ്പോഴത്തേക്ക് 1 മണിക്കൂറാണ്. ഒരു മണിക്കൂർ സൂചി ആകുമ്പോഴത്തേക്ക് 12 മണിക്കൂറാണ്. 12 മണിക്കൂറോട് കറങ്ങി തരും. അപ്പോൾ ഓരോ കറക്കത്തിൽ എടുക്കുന്ന സമയം 60 സെക്കൻഡാണ് സെക്കൻഡ് സൂചിക്ക്. അങ്ങനെ ഒരു മോഷൻ സങ്കല്പിച്ചാൽ ആ മോഷനെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുന്നത്. പീരിയോഡിക് മോഷൻ. A motion repeats at regular intervals of time. റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ആ പീരിയോഡിക് മോഷനിൽ വരുന്ന മറ്റൊരു വിഭാഗമാണ് ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷൻ എന്താ? ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? എന്താണെന്ന് ആലോചിക്കുക. ഒരു ഫിക്സഡ് പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ടു ആൻഡ് ഫ്രോ മോഷൻ. ഇപ്പോൾ ഊഞ്ഞാലാട്ടം ആലോചിച്ച് നോക്കുക. ഊഞ്ഞാലാട്ടം അല്ലെങ്കിൽ ഒരു ചരടിൽ ഒരു കല്ല് തൂക്കിയിട്ടിട്ട് ഈ ചരടിന്റെ ഓരം നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഈ കല്ലിനെ ഒന്ന് ആട്ടി വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് മൂവ് ചെയ്യുന്നത് ഇടതോട്ടും പോവും വലതോട്ടും പോവും. അവസാനം ആടി വന്ന് നിൽക്കുന്നത് ഈ പോയിന്റ് അല്ലേ? ആ പോയിന്റ് ആ റെസ്റ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് വിളിക്കും. അപ്പൊ ഒരു പോയിന്റിനെ ബേസ് ചെയ്തു ടു ആൻഡ് ഫ്രോ ഇങ്ങനെ വരുന്ന മോഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓസിലേറ്ററി മോഷൻ എന്ന് വിളിക്കുന്നത്. ഓസിലേറ്ററി മോഷൻ എല്ലാം പീരിയോഡിക് തന്നെയാണ്. ഫിക്സഡ് ടൈം പീരീഡിൽ തന്നെയാണ് ഈ ഓസിലേറ്ററി മോഷൻസ് എല്ലാം നടക്കുന്നത്. അതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ ഓസിലേറ്ററി മോഷൻ ആകുമ്പോഴത്തേക്ക് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ് ടു ആൻഡ് ഫ്രോ എബൌട്ട് എ ഫിക്സഡ് പോയിന്റ്. പാർട്ടിക്കിൾ ഓസിലേറ്റ്സ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ മൂവ്സ് ടു ആൻഡ് ഫ്രോ, ഇടതോട്ടും വലതോട്ടും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എബൌട്ട് എ ഫിക്സഡ് പോയിന്റ് ഈസ് കോൾഡ് ഓസിലേറ്ററി മോഷൻ. ആ ഓസിലേറ്ററി മോഷനിൽ വരുന്ന മറ്റൊരു വിഭാഗമാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ അഥവാ SHM എന്ന് വിളിക്കും. SHM. അപ്പൊ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? ഓസിലേറ്ററി മോഷൻ തന്നെയാണ്. ഇപ്പോൾ ഈ ബോബിനെ അല്ലെങ്കിൽ ഈ ബോഡിയെ നിങ്ങൾ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് വിട്ട് കഴിഞ്ഞാൽ, ഒരു ഊഞ്ഞാലാട്ടി വിട്ട് കഴിഞ്ഞാൽ ഇത് അവിടം വരെ പോയിട്ട് തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരണമെങ്കിൽ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യാം, വേണ്ടേ? ആ റീസ്റ്റോറിംഗ് ഫോഴ്സ്, അങ്ങനെ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈ ബോഡിക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിന്, ഇത് മെയിൻ പോയിന്റ് ആണെങ്കിൽ ഇവിടെ ഈ ഡിസ്റ്റൻസ് ആ ഡിസ്പ്ലേസ്മെന്റ്, ആ ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അങ്ങനെയുള്ള മോഷനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുന്നത്.
റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എക്സ്. എക്സ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ്. പക്ഷേ ഇവിടെ നോക്കുക, ഈ ബോബ് അല്ലെങ്കിൽ ഈ ബ്ലോക്ക് വലതോട്ട് മൂവ് ചെയ്യുമ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടാ? ഊഞ്ഞാൽ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സെന്റർ പോയിന്റിൽ നിന്ന് ഊഞ്ഞാൽ വലതോട്ട് പോകുമ്പോൾ അതിനകത്തായിട്ട് റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇങ്ങോട്ടില്ലേ. റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് ടുവേഴ്സ് ദ മെയിൻ പോയിന്റ് ആണ്. ഇക്വിലിബ്രിയം പോയിന്റിലേക്കാണ് എന്ത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഇക്വിലിബ്രിയം പോയിന്റിലേക്കാണ്. പക്ഷേ ഈ ബ്ലോക്ക് പോകുന്ന വലതോട്ടല്ലേ, ഡിസ്പ്ലേസ്മെന്റ് വലതോട്ടും റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇടതോട്ടും. അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷനിലാണോ? ഇനി ഈ ബ്ലോക്ക് തിരിച്ച് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഡയറക്ഷൻ മൂവ് ചെയ്യുമ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് മെയിൻ പോയിന്റിലേക്കാണ്, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ലെഫ്റ്റിലേക്കുമാണ്. ഡിസ്പ്ലേസ്മെന്റ് മെയിൻ പോയിന്റിൽ നിന്നാണ്, നമ്മൾ ഈ റെസ്റ്റിംഗ് പോയിന്റിൽ നിന്നാണ് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്. ഈ പോയിന്റിൽ നിന്നാണ് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്. പക്ഷെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും ഇങ്ങോട്ടാ? റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് ടുവേഴ്സ് ദ ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. അപ്പൊ എഫ് എക്സ് തമ്മിലുള്ള ബന്ധം ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? ഡയറക്ഷൻ കാണിക്കണ്ടേ? അപ്പൊ എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. The negative sign indicates that the force and displacement are in opposite direction. ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ എഫ് പ്രൊപ്പോർഷണൽ ടു എന്ത്? മൈനസ് എക്സ്. അപ്പൊ എഫ് ഈക്വൽ ചെയ്താൽ എഫ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എഴുതാം. ഇത് കൂടെ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് എം എ ആണ്, അതിൽ എം കോൺസ്റ്റന്റ് ആണ്. ഫോഴ്സ് എം എ ആണ്, റിസൾട്ടന്റ് ഫോഴ്സ് എപ്പോഴും എം എ ആണ്. ആ എം എയിൽ എം കോൺസ്റ്റന്റ് ആണ്. പിന്നെ വരുന്നത് ഫോഴ്സ് മാറുന്നുവെങ്കിൽ അതിൻ്റെ അടുത്ത് ആര് മാറുന്നു? എക്സ് മാറുന്നതനുസരിച്ച് ഫോഴ്സ് മാറുന്നുവെങ്കിൽ എക്സ് മാറുന്നതനുസരിച്ച് ആക്സിലറേഷൻ മാറുന്നു. അപ്പോൾ ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് ആണെങ്കിൽ രണ്ട് തരത്തിൽ പറയാം. ഒന്നുകിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ആക്സിലറേഷൻ അറ്റ് എനി ഡിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് കണ്ടീഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോഷൻ സിമ്പിൾ ഹാർമോണിക് ആകണമെന്നുള്ള കണ്ടീഷൻ എന്താണ്? സിമ്പിൾ ആക്സിലറേഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബോഡി, റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ആര്? പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ എ പ്രൊപ്പോർഷണൽ മൈനസ് എക്സ് വന്നാൽ ആ മോഷനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുന്നത്. What is simple harmonic motion? How you can define simple harmonic motion? A motion is said to be simple harmonic. Then the particle will execute to and fro motion about a fixed point in such a way that the acceleration at any instant is directly proportional to displacement. അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്ന കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം that motion is simple harmonic എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പോൾ എന്താ സിമ്പിൾ ഹാർമോണിക്? എ പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്, ആക്സിലേഷൻ അറ്റ് എനി ഡിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം. അപ്പോൾ ഒരു മോഷൻ സിമ്പിൾ ഹാർമോണിക് ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ കെ കോൺസ്റ്റന്റ് അല്ലേ? ആ കെ എന്ന കോൺസ്റ്റന്റ് വിളിക്കുന്ന പേരാണ് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുന്നത്. ഫോഴ്സ് കോൺസ്റ്റന്റ്. ആ ഫോഴ്സ് കോൺസ്റ്റന്റ് വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇവിടുന്ന് കെ ഇസ് ഈക്വൽ ടു എഫ് ബൈ എക്സ് എഴുതാം. ഡ്രോപ്പിംഗ് നെഗറ്റീവ് സൈൻ. നെഗറ്റീവ് സൈൻ തൽക്കാലം ഒഴിവാക്കിയാൽ, കാരണം നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ഡയറക്ഷന് വേണ്ടി മാത്രമാണ്. ആ ഡയറക്ഷൻ തൽക്കാലം മാറ്റിയാൽ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ എഫ് ഇസ് ഈക്വൽ ടു കെ ഇസ് ഈക്വൽ ടു എഫ് ബൈ എക്സ് എഴുതാം. ഇത് കൂടെ ഇപ്പൊ ഫോഴ്സ് ബൈ എലോങ്ങേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഫോഴ്സ് ബൈ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? അപ്പൊ ഫോഴ്സ് ഫോർ പ്രൊഡ്യൂസിങ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഇഫ് എക്സ് ഈക്വൽ ടു 1 മീറ്റർ സംഖ്യപ്പിച്ചാൽ k equal to f അല്ലേ? If x equal to 1 meter ആണെങ്കിൽ k is equal to f അല്ലേ? That is
സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റ് ഇസ് ഡിഫൈൻഡ് ആസ്, രണ്ടുപേരും പറയാം, സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയാം, ഫോഴ്സ് കോൺസ്റ്റന്റ് പറയാം. സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓർ ഫോഴ്സ് കോൺസ്റ്റന്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഫോർ പ്രൊഡ്യൂസിംഗ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ഫോഴ്സ് ഫോർ പ്രൊഡ്യൂസിംഗ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ F is equal to minus kx ആണല്ലോ. F എന്ന് വെച്ചാൽ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബ്ലോക്ക് അല്ലേ. ആ ഫോഴ്സിന് പകരം എനിക്ക് MA is equal to minus kx എഴുതാം. എഫിന് പകരം ഞാൻ എന്ത് കൊടുത്തു? എഫിന് പകരം ഞാൻ MA കൊടുത്തു. അപ്പൊ MA is equal to minus kx. സംശയമില്ലല്ലോ? ഇല്ല. ഇനി ഇത് A ആക്സിലറേഷൻ അല്ലേ. ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ബന്ധം നിങ്ങൾ വൺ ഡയമെൻഷണൽ മോഷനിൽ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ, A is equal to d square x by dt square. കേട്ടിട്ടുണ്ടോ? ആക്സിലേഷൻ ഈസ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് അന്ന് പഠിച്ചിട്ടുണ്ട്. ആക്സിലേഷൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ A is equal to d square x by dt square എഴുതാം. എഴുതിക്കൂടെ? അപ്പൊ എക്ക് കൊടുത്തേ that is m into d square x by dt square equal to minus kx എഴുതാം. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കാൻ പോകുന്നു. ഈ മൈനസ് കെ എക്സ് ഇപ്പുറം കൊണ്ടുവരിക. അപ്പൊ പ്ലസ് കെ എക്സ് ആവൂലേ. അപ്പോ എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ, അതായത് ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് വരുന്ന ഡി എക്സ് ബൈ ഡി ടി, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇങ്ങനെയുള്ള ടേം വരുന്ന ഇക്വേഷനാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുമ്പോൾ അതിന്റെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ് ഏതാണോ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ അല്ലെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി ആണെങ്കിൽ പവർ 1, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണെങ്കിൽ പവർ 2. അപ്പൊ ഹയർ ഓർഡർ ഡെറിവേറ്റീവ് ആയ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിനോടുകൂടി എം വന്നേക്കില്ലേ, ആ എമ്മിനെ ഒഴിവാക്കണം. കോഎഫിഷ്യന്റ് വരാൻ പാടില്ല. അപ്പൊ കോഎഫിഷ്യന്റ് ഒഴിവാക്കണമെങ്കിൽ എല്ലാ ടേമിനെയും എം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പൊ എന്തായി? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 ബൈ എം. വലതുവശവും എം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു ഇക്വേഷനിലെ ഇടതുവശം ഏത് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നോ വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കണമെങ്കിൽ വലതുവശവും ഡിവൈഡ് ചെയ്യണം. അപ്പൊ 0 ബൈ എം എന്തുവോ? ഏതൊരു ക്വാണ്ടിറ്റിയെ 0യെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ 0 ആണല്ലോ. അപ്പൊ എന്ത് എഴുതാം? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ആൾറെഡി കെ ഒരു കോൺസ്റ്റന്റ് ആണ്, കെ കോൺസ്റ്റന്റ് ആണ്, എം കോൺസ്റ്റന്റ് ആണ്. കെ കോൺസ്റ്റന്റ് ആണ്, എം കോൺസ്റ്റന്റ്. അപ്പൊ കെ ബൈ എമ്മോ? കെ ബൈ എം എന്നത് കോൺസ്റ്റന്റ് ആണ്. ആ കെ ബൈ എമ്മിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ് ഒമേഗ സ്ക്വയർ. ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒമേഗ 2π/t എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t എന്നോ ഒമേഗ ഈക്വൽ ടു 2π ഫ്രീക്വൻസി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. 2π/t അല്ലെങ്കിൽ 2πനെയും 2πf അല്ലെങ്കിൽ 2πനെയും. അപ്പൊ കെ ബൈ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ആണ്. അപ്പൊ എന്താ ഇക്വേഷൻ? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. വാട്ട്സ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 എന്നതാണ് ഇക്വേഷൻ. ഇനി ഇതിനകത്ത് നിങ്ങൾ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. ഏതൊരു ഇക്വേഷൻ എടുത്താലും അവനൊരു സൊല്യൂഷൻ ഉണ്ട്. ഇപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ദ്വിമാന സമവാക്യം എടുത്താൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഒരു ഫോം ഉണ്ടല്ലേ. അതുപോലെ ഇവിടുത്തെ എക്സിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. Solution for the differential equation of simple harmonic motion is x equal to a cos omega t plus phi. അവിടെ a വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. എന്താ ആംപ്ലിറ്റ്യൂഡ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പരമാവധി എവിടെ വരെ പോകുന്നുണ്ട്?
പരമാവധി ഇവിടം വരെ പോകുന്നുണ്ട്. ഈ ഡിസ്പ്ലേസ്മെന്റ് വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഒമേഗ ടി പ്ലസ് ഫൈ എന്ന ടേമിനെ വിളിക്കുന്ന പേരാണ് ഒമേഗ ടി പ്ലസ് ഫൈ ഈസ് കാൾഡ് ഫേസ് എന്നാണ് വിളിക്കുന്നത്. ഫേസ്. ഒരു പാർട്ടിക്കിളിന്റെ വൈബ്രേറ്റിംഗ് സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് ഫേസ് എന്ന് വിളിക്കുന്നത്. വൈബ്രേറ്റിംഗ് സ്റ്റേറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് കാൾഡ് ഫേസ്. ഒമേഗ ടി പ്ലസ് ഫൈ, അവിടെ ഫൈ വിളിക്കുന്ന പേര് ഇനിഷ്യൽ ഫേസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എ ഇസ് ദ ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ ടി പ്ലസ് ഫൈ ഇസ് കാൾഡ് ഫേസ് ആൻഡ് ഫൈ ഇസ് കാൾഡ് ഇനിഷ്യൽ ഫേസ്. ഇനിഷ്യൽ ഫേസ് വിളിക്കുന്ന മറ്റൊരു പേരാണ് എപ്പോ, EPOCH. ഇനിഷ്യൽ ഫേസ് ഇസ് കാൾഡ് എപ്പോ. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻഷിയേഷൻ, ഹൗ യു ക്യാൻ ഫോം ദ ഡിഫറൻഷിയേഷൻ ഓഫ് SHM എന്ന് വെച്ചാൽ ചെയ്യാമല്ലോ. ഇതാണ് ഡിഫറൻഷ്യൽ എലമെന്ററി ഏരിയ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്.